ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ഇന്നത് രാവിലത്തെ എൻ്റെ ഒരു ദിവസത്തെ രാവിലെയാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ ഇന്ന് എണീറ്റിട്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ് കേട്ടോ. പുട്ടും കടലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ടും അരിയും കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ തന്നെ. അരി ഞാൻ പച്ചരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, പുഴുക്കലരി ഒന്നും കൂട്ടിയിട്ടില്ല. പച്ചരി മാത്രം കുതിർത്ത് രാവിലെ അതൊന്ന് കഴുകി ഊറ്റി വയ്ക്കും. എന്നിട്ട് അത് മിക്സിയിൽ അങ്ങ് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പൊടിച്ചെടുത്തിട്ട് വറുത്ത് വെച്ചതാട്ടോ അത്. വറുത്ത് വെച്ചിട്ട് ഞാൻ ചീനച്ചട്ടിയിലാണ് വറുത്തെടുത്തത്. അപ്പോൾ അതിൽ തന്നെ ഉപ്പുവെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഒന്നും കൂടി കട്ട ഇങ്ങനെ കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ തലേദിവസത്തെ ചോറ് ഫ്രീസറിൽ വെച്ച് അങ്ങനെ അതും കൂടെ ആഡ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇന്ന് ഞാൻ ഇന്നലത്തെ ചോറ് ബാക്കി ഉണ്ടായില്ല, കുറച്ചേ വെച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെയാണ് ചെയ്തത് കേട്ടോ. പക്ഷെ നല്ല പുട്ടാണ്, നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടിന്. അപ്പോൾ അതിൻ്റെ ആ സമയം കൊണ്ട് ഞാൻ കടലയും ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി കൂടിയിട്ട് ആക്കിയിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് കടലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ മുറിയും അതിൽ കുറച്ച് പെരിഞ്ജീരകവും ചേർത്ത് അരച്ച് വേവിച്ച് കടലയും കൂട്ടിയിട്ട് ചേർത്ത് അരച്ച മിക്സ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് നമ്മൾ മിക്സീൻ്റെ ജാർ കഴുകിയിട്ടില്ല, അതിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് അതിലോട്ട് കറി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് ഓഫാക്കാം. പിന്നെ ഇതിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അപ്പോൾ ഞാനുള്ള ഒരു മല്ലിയിലേൻ്റെ തണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കറി ഓഫാക്കി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി. പിന്നെ ഞാൻ പുട്ട് ചുടാൻ പോവാണ്, പുട്ട് വേവിക്കാൻ പോവാണ്. പുട്ടിന് വേണ്ടിയിട്ട് ഞാനിതിവിടെ പുട്ടിൻ്റെ നീളത്തിലുള്ള കുറ്റിയാട്ടോ എൻ്റെ കയ്യിലുള്ള. നിങ്ങളുടെ അടുത്ത് എങ്ങനെ ചിരട്ടപ്പുട്ടാണോ എങ്ങനെ ഈ കുറ്റിയേൻ്റെ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ. അടപ്പിൻ്റെ ഒരു ആണി ഇളകിയിട്ട് അത് കാണാനില്ല, അപ്പോൾ ഞാൻ ചിരട്ടേൻ്റെ അത് വെച്ചിട്ടാണ് അടച്ചിട്ടുള്ളത്. പിന്നെ അപ്പോഴേക്കും മോൾക്ക് സ്കൂളിൽ പോകാനുള്ള ടൈമായി. അവളവിടെ കുളിയൊക്കെ കഴിഞ്ഞ് പുസ്തകമൊക്കെ വെച്ചിട്ടില്ലെന്നൊക്കെ നോക്കുന്ന ടൈമിൽ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നെല്ലിക്ക ഉപ്പിലിട്ടത് മതി പറഞ്ഞു. അപ്പോൾ ഇന്ന് അതാണ് ഒരു നെല്ലിക്ക എടുത്തിട്ട് പാത്രത്തിൽ അങ്ങനെ മുറിച്ചിടുന്നുണ്ട്. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഇത് അവളെ കഴിഞ്ഞ കൊല്ലത്തെ പാത്രം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ടോക്കിംഗ് ടോമിലെ ക്യാരക്ടറില്ലേ, ഒരു പൂച്ചക്കുട്ടി, അതിൻ്റെ ഇതാണ്. പക്ഷെ അതൊക്കെ പെയിൻ്റൊക്കെ ഇളകി പോരാൻ തുടങ്ങി. പിന്നെ വെള്ളവും ഒക്കെ ആക്കിയൊരു ടവലിൽ കെട്ടിയിട്ട് അതവിടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിവിടെ പുട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പുട്ട് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പുട്ട് വെന്ത് വന്നതിൻ്റെ തള്ളലുകൊണ്ടാണോ എന്നറിയില്ല, പുട്ട് ആദ്യത്തെ ഫസ്റ്റ് ഒരു പോർഷൻ ഒന്ന് പൊട്ടിപ്പോന്നു. അപ്പോൾ മക്കളൊക്കെ കഴിച്ചു, അവൾ സ്കൂളിൽ പോയി. എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പുട്ടും കടലക്കറിയൊക്കെ പ്ലേറ്റിലെടുത്ത് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് കടലക്കറി വയ്ക്കുന്നത്, എങ്ങനെയാണ്? ഞാൻ ഈ ടൈപ്പിലും വയ്ക്കാറുണ്ട്, തേങ്ങ വറുത്തരച്ചിട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഉണ്ടായില്ല, അതുകൊണ്ട് തേങ്ങ വറുത്തരയ്ക്കാതെ ഇങ്ങനെയാണ് വെച്ചത്. പക്ഷേ ഇങ്ങനെ വെച്ചാലും കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊന്നും കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം.